ലൈവ് ന്യൂസ് പുതുക്കാട്. പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച ചെക്കുകൾ കൈമാറി. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ചെക്കുകൾ കെ രാമചന്ദ്രൻ MLA മുകുന്ദപുരം തഹസിൽദാർ C നാരായണന് കൈമാറി. പുതുക്കാട് MLA ഓഫീസിൽ നടന്ന ചടങ്ങിൽ പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. 13,05,700 രൂപയുടെ ചെക്കുകളാണ് കൈമാറിയത്. ഗാലക്സി ക്ലബ് വേലൂപ്പാടം 1,32,700, വിൻകോസ്റ്റ് ഫിനാൻസ് നന്ദിക്കര 50,000, മോസ്കോ ക്ലബ് ചിറ്റിശ്ശേരി 50,000, ഷീബ ആൻഡ്രൂസ് തെക്കുംപുറം പറപ്പൂക്കര 50,000, ദ്രോണ ഡേ കെയർ നെല്ലായി 30,000, സുധ ബാലഗോപാൽ ആറാട്ടുപുഴ 30,000, ശ്രീകല സന്തോഷ് കൊഴുപ്പിള്ളി പന്തല്ലൂർ 25,000, സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് നെല്ലായി 25,000, മണികണ്ഠൻ ഫാർമ കോപ്സ് ഡ്രഗ്സ് 25,000, CITU ഹെഡ്ലോഡ് കമ്മിറ്റി മണ്ണമ്പേട്ട 10,000, തൊഴിലുറപ്പ് തൊഴിലാളികൾ പച്ചളിപ്പുറം അളഗപ്പ പഞ്ചായത്ത് 11,000, പത്മനാഭൻ KG നന്ദിപുലം 10,000, ഗോപാലകൃഷ്ണൻ നെല്ലായി 10,000, ഇന്ദിര സതീശൻ മാരാർ 10,000, ഷിജു മുത്രത്തിക്കര 10,000, ആന്റു MP പുതുക്കാട് 6,000 തുടങ്ങിയവരുടെ ചെക്കുകളാണ് MLA തഹസിൽദാർക്ക് കൈമാറിയത്. അങ്ങനെയുള്ള 3-4 വാർഡുകൾ പ്രദേശങ്ങളും ഏതാണ്ട് പൂർണ്ണമായും 2 ഘട്ടങ്ങളിലായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ 29-ാം തീയതി അവസാനിച്ചു. 30-ാം തീയതി പുലരുന്ന 2 മണി 4 മണിയോടുകൂടി ഓഗസ്റ്റ് മാസം 30-ാം തീയതി 2 മണി 4 മണിയോടുകൂടി 2 തവണയായി ഉരുൾപൊട്ടി. നമുക്കറിയാം നിരവധി പേരാണ് മരണപ്പെട്ടത്. എത്ര ആളുകൾ മരിച്ചു എന്ന് പൂർണ്ണമായും കൃത്യതയോടുകൂടി പറയാൻ കഴിയാത്ത ഒരവസ്ഥ കൂടി വന്നിരിക്കുകയാണ്. എന്തായാലും 350-ലധികം പേര് മരണപ്പെട്ടതായിട്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില മനുഷ്യരുടെ കൈ കാല് ഇതിനുള്ള ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.